പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിൽ പുതിയ പുസ്തകങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സോഷ്യൽ സയൻസിന് 2 ഭാഗങ്ങളാണുള്ളത്. സോഷ്യൽ സയൻസ് 1 അതായത് ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് 2 അതായത് ജോഗ്രഫി. നമ്മൾ ഇന്ന് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, വെതർ ആൻഡ് ക്ലൈമറ്റ്. ഈ ചാപ്റ്ററിൽ വെതർ, ക്ലൈമറ്റ് തുടങ്ങിയ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൻ്റെ എല്ലാ പ്രത്യേകതകളും അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റുകളും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന കണ്ടീഷൻസ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കാണുന്ന കണ്ടീഷൻസ് ശ്രദ്ധിക്കുക. സൺലൈറ്റ്, റെയിൻ, മിസ്റ്റ്, വിൻഡ്, ക്ലൗഡ്. നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സൺലൈറ്റാണ്. അതുപോലെ തന്നെ റെയിൻ ഉണ്ടാകുന്നു. നമ്മുടെ മോർണിംഗിൽ നമുക്ക് മിസ്റ്റ് കാണാൻ സാധിക്കുന്നു. വളരെ യൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് വിൻഡ്, അതുപോലെ തന്നെ ക്ലൗഡ്. ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള അതിന് റെസ്പോൺസിബിളായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മിസ്റ്റ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് വിൻഡ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ക്ലൗഡ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഒന്നാമത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ, സെക്കൻഡ് പ്രഷർ, തേർഡ് വിൻഡ്, ഫോർത്ത് വൺ ഹ്യൂമിഡിറ്റി. അതായത് അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച്, അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ മാറുന്നതനുസരിച്ച്, അവിടെ വിൻഡ് ഉണ്ടാകുന്നതനുസരിച്ച്, ഹ്യൂമിഡിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻസും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സ്. ഇതിന് മറ്റൊരു പേരുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, എലമെൻറ്റ്സ് ഓഫ് വെതർ. വെതറിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഈ 4 ഫാക്ടേഴ്സാണ്. എലമെൻറ്റ്സ് ഓഫ് വെതർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ 4 ഫാക്ടേഴ്സിൻ്റെ പേരാണ്: ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുന്ന 2 വാക്കുകളാണ് വെതറും ക്ലൈമറ്റും. എന്നാൽ ഈ വെതറും ക്ലൈമറ്റും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. അത് ഒന്നല്ല, അത് രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വാക്കുകളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്? നിങ്ങൾ വൈകുന്നേരം ടി വിയിലൊക്കെ വാർത്ത കാണുന്ന കുട്ടികളാണല്ലോ നിങ്ങൾ ഓരോരുത്തരും. അപ്പം നിങ്ങൾ ടുഡേയ്സ് വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞ് അവർ കാണിക്കാറുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെയും കാലാവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ കാലാവസ്ഥ എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ഈ 2 വാക്കുകളും വ്യത്യസ്തമാണ്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് വെതർ? വെതർ ഈസ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ സച്ച് ആസ് ടെമ്പറേച്ചർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പെർസിപ്പിറ്റേഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. ശ്രദ്ധിക്കുക, ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം, മേ ബി ഇറ്റ് ഈസ് 1 ഡേ, ഒരു ദിവസം, അന്ന് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എത്ര, അന്നുണ്ടായ വിൻഡ് എങ്ങനെയാണ്, ഹ്യൂമിഡിറ്റി, അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി എങ്ങനെയാണ്. അതുപോലെ ഹ്യൂമിഡിറ്റി എന്താണെന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടൻ്റാണ് ഹ്യൂമിഡിറ്റി. ഇവാപ്രേഷനിലൂടെ വാട്ടർ ബോഡീസിൽ നിന്നും അന്തരീക്ഷത്തിലെത്തുന്ന വാട്ടർ കണ്ടൻ്റാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അളവാണ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഓരോ ദിവസവും
ഒരു ഷോർട്ട് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഡേ എന്ന് നമുക്ക് വിചാരിക്കാം. അന്ന് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ എത്രയാണ്, മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്, മിനിമം ടെമ്പറേച്ചർ എത്രയാണ്, ഓരോ മണിക്കൂർ മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചറുണ്ടായ വ്യത്യാസം എന്താണ്, ഇതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ആ ഒരു ഷോർട്ടർ പീരീഡിൽ അവിടെ വിൻഡ് ഉണ്ടായോ എങ്കിൽ ആ വിൻഡ്, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, അതുപോലെ പെർസിപ്പിറ്റേഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മഴ, പെർസിപ്പിറ്റേഷൻ എത്ര മഴ പെയ്തു, ഇങ്ങനെ ഒരു ഷോർട്ട് പീരീഡിലേക്ക് പറയുന്നതാണ് അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷനാണ് വെതർ. എന്നാൽ എന്താണ് ക്ലൈമറ്റ്? ദ ആവറേജ് വെതർ കണ്ടീഷൻസ് ദാറ്റ് എക്സ്പീരിയൻസ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന വെതറിൻ്റെ ആവറേജ് കണക്കാക്കുമ്പോൾ അതാണ് ക്ലൈമറ്റ്. ഇപ്പോൾ ഇന്ത്യയുടെ ക്ലൈമറ്റ് നമുക്കറിയാം. ഇന്ത്യയുടെ ക്ലൈമറ്റ് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 ക്ലൈമറ്റാണ് പറയുക: സമ്മർ സീസൺ, വിൻ്റർ സീസൺ, നോർത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. എങ്ങനെയാണ് ഇന്ത്യക്ക് ഈ ഒരു ക്ലൈമറ്റാണെന്ന് പറയാൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അത് ലോങ് പീരീഡ് വെതർ കണ്ടീഷൻസ് അസസ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. ഈ ലോങ് പീരീഡ് എത്രയാണെന്ന് നോക്കിക്കേ. 35 to 40 ഇയേഴ്സാണ് ഈ ലോങ് പീരീഡ്. അപ്പോൾ ഏകദേശം ഒരു 35 തൊട്ട് 40 വർഷത്തോളം ഒരു പ്രദേശത്തെ വെതർ കണ്ടീഷൻസ് തറലി പഠിച്ച് അതിൻ്റെ ആവറേജ് കണക്കാക്കുമ്പോഴാണ് ക്ലൈമറ്റ് കിട്ടുക. അപ്പോൾ വെതർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ്. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡിലെ വെതർ കണ്ടീഷൻസിൻ്റെ ആവറേജാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെതർ സ്റ്റഡീസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. എന്തിനാണ് നമ്മൾ ഈ വെതർ പഠിക്കുന്നത്? എന്തിനാണ് കാലാവസ്ഥ പഠിക്കുന്നത്? അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് നിങ്ങളുടെ വീടുകളിലെ കൃഷി നടത്തുന്നതിനെ പറ്റി, മഴ പെയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ ചില കൃഷികൾ നടക്കുന്നു. എന്നാൽ മഴയില്ലാത്ത സമയത്ത് നമ്മൾ വേറെ ചില കൃഷികൾ ചെയ്യുന്നു. വിൻ്റർ സീസണിൽ നമ്മൾ ചിലത് കൃഷി ചെയ്യുമ്പോൾ സമ്മർ സീസണിൽ മറ്റു ചിലത് കൃഷി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വെതർ കണ്ടീഷൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അനേകം കാര്യങ്ങൾക്ക് അതിന് പ്രാധാന്യമുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ അഗ്രികൾച്ചർ, സെക്കൻഡ് ട്രാവൽ. നമ്മൾ ട്രാവൽ നടത്തുന്നത് എപ്പോഴാണ്? അത് നമ്മൾ വെതർ കണ്ടീഷൻസ് പരിഗണിച്ചിട്ടാണ് ട്രാവൽ നടത്തുക. ഇപ്പം ധാരാളം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പലരും ട്രാവലൊക്കെ ഉപേക്ഷിക്കും. എന്നാൽ കുറച്ചുകൂടി നല്ല കാലാവസ്ഥയുള്ളപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകും. അപ്പം ട്രാവൽ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ അതിന് അനുയോജ്യമായ വാഹനങ്ങളൊക്കെ നമുക്ക് വേണം. മഴ കൂടുതലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള വാഹനങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ട്രാവൽ, അതുപോലെ ഫിഷിംഗ്, ടൂറിസം, നമ്മുടെ ഡ്രസ് പോലും വെതർ കണ്ടീഷൻസിനെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുക. നമുക്കറിയാം, നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ വിൻ്റർ സീസണിൽ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സും അവിടുത്തെ സമ്മർ സീസണിൽ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നോക്കുക, ഈ വെതർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റഡി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അതിന് ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പം വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെതർ സ്റ്റഡീസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്? ഫസ്റ്റ് വൺ അഗ്രികൾച്ചർ, സെക്കൻഡ് ട്രാവൽ, ട്രാൻസ്പോർട്ട്, ഫിഷിംഗ്, ടൂറിസം, ഡ്രസ്സിംഗ്, അവർ ഫുഡ് ഹാബിറ്റ്സ്, സെറ്റിൽമെൻറ്റ്സ്, ഓക്യുപ്പേഷൻ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻസ്. അതെന്തുകൊണ്ടായിരിക്കും കുട്ടികളെ ഈ ഫിസിക്കൽ മെൻ്റൽ കണ്ടീഷൻസ് വെതർ സ്റ്റഡീസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. ഈ മഞ്ഞൊക്കെ വീഴുന്ന അല്ലെങ്കിൽ വിൻ്റർ സീസൺ നീണ്ടുപോകുന്ന ചില കണ്ടീഷൻസ് ഉള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുക. അതേസമയം നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ഉന്മേഷവും സന്തോഷവും ഒക്കെ തോന്നാറുണ്ട്. അപ്പം നമ്മുടെ മെൻ്റൽ ഫിസിക്കൽ കണ്ടീഷൻസ് പോലും ഈ വെതറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ വെതർ സ്റ്റഡീസ്
എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നു? ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. അഗ്രികൾച്ചർ, ട്രാവൽ, ട്രാൻസ്പോർട്ട്, ഫിഷിംഗ്, ടൂറിസം, ഡ്രസ്സിംഗ്, ഫുഡ് ഹാബിറ്റ്സ്, സെറ്റിൽമെൻറ്റ്സ്, ഓക്യുപ്പേഷൻ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻസ്. നെക്സ്റ്റ്, ഇനി എന്താണ്? ആരാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഈ വെതർ സ്റ്റഡീസ് നടത്തുക? അതിനൊരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് ഫോം IMD. അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞാൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകമായിട്ട് നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ വെതർ കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യുക. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിലാണ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ വെതർ ഒബ്സർവേഷൻ ആൻഡ് വെതർ ഫോർകാസ്റ്റ്. അവരാണ് വെതർ ഒബ്സർവ് ചെയ്യേണ്ടത്, അവരാണ് വെതർ ഫോർകാസ്റ്റ് നടത്തേണ്ടത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഏജൻസി ഫെൻസിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇവർ പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള എർത്ത് സയൻസസ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇവർ പ്രവർത്തിക്കുക. ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഏജൻസി ഫെൻസിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. Their headquarter Delhi. They have hundreds of observation stations all over India, including Antarctica. നമ്മുടെ ഈ IMDക്ക് ഇന്ത്യയുടെ വിവിധ സിറ്റികളിൽ അവർക്ക് ഒബ്സർവേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്ത് അവർക്കൊരു ഒബ്സർവേഷൻ സെൻറ്റർ ഉണ്ട്. അവരാണ് ഇവിടുത്തെ വെതർ കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യുക. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും IMDക്ക് ഒബ്സർവേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഭാരതത്തിന്, നമ്മുടെ ഇന്ത്യക്ക് ഔട്ട്സൈഡും നമുക്കൊരു ഒബ്സർവേഷൻ സെൻറ്റർ ഉണ്ട്. അത് അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയെ പറ്റി നിങ്ങൾക്കറിയാം. അന്റാർട്ടിക്ക ഒരു പ്രത്യേക രാജ്യമല്ല, അവിടെ ധ്രുവപ്രദേശമാണ്. സൗത്ത് ധ്രുവത്തിനെയാണ്, അതായത് നമ്മുടെ സൗത്ത് പോളാണ് അന്റാർട്ടിക്ക എന്നറിയപ്പെടുക. അവിടെ എല്ലാ രാജ്യങ്ങൾക്കും ഒബ്സർവേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യക്കും അവിടെ ഒരു ഒബ്സർവേഷൻ സെൻറ്റർ ഉണ്ട്, കാലാവസ്ഥ പഠിക്കാനുള്ള ഒബ്സർവേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ IMDയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ 4 പോയിൻറ്റ്സാണ് എഴുതേണ്ടത്. അത് എർത്ത് സയൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നു. അവരാണ് വെതർ ഒബ്സർവ് ചെയ്യുന്നതും വെതർ ഫോർകാസ്റ്റ് നടത്തുന്നതും അവരുടെ ഡ്യൂട്ടിയാണ്. ഹെഡ് ക്വാർട്ടർ ഡൽഹിയിലാണ്. അതുപോലെ തന്നെ അവർക്ക് ഒബ്സർവേഷൻ സെൻറ്റേഴ്സ് നമ്മുടെ രാജ്യത്ത് പല സിറ്റികളിലും ഉണ്ട്, ഇൻക്ലൂഡിങ് അന്റാർട്ടിക്ക. ഓക്കെ, നൗ ഇനിയും വെതറാണ് നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വെതർ എന്താണെന്ന് നോക്കാം. അത് ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എലമെൻറ്റ്സ് ഓഫ് വെതർ. അതായത് നമ്മുടെ ഈ വെതറിന് അതിൻ്റെ അണ്ടറിൽ വരുന്ന എലമെൻറ്റ്സ്, നമ്മൾ നേരത്തെ ഇതൊന്ന് കണ്ടതാണ്. ആ 4 ഫാക്ടേഴ്സാണ് ഈ പറയുക. ഈ വെതറുമായിട്ട് ബന്ധപ്പെട്ട, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 4 ഫാക്ടേഴ്സിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. അപ്പോൾ ആ ടെമ്പറേച്ചർ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഈ ടെമ്പറേച്ചർ പഠിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പോൾ സണ്ണിൽ നിന്നാണ് നമുക്ക് എനർജി വരിക. ഈ എനർജിയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ എനർജി സണ്ണിൽ നിന്ന് വരുന്ന ഈ ടെമ്പറേച്ചർ ഇൻസുലേഷനാണ്. നിങ്ങൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ ഒരു പിക്ചർ ഞാൻ ടീച്ചർ വെച്ചിട്ടുണ്ട്. ആ പിക്ചറിലേക്ക് നോക്കുക. എന്താണ് ഇൻസുലേഷൻ? വാട്ട് ഈസ് ഇൻസുലേഷൻ? ദ എമൗണ്ട് ഓഫ് സൺറൈസ് റീച്ചിങ് ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിലേക്ക് കടന്നു വരുന്ന സൺലൈറ്റ്, അതിൻ്റെ എമൗണ്ടാണ് ഇൻസുലേഷൻ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെയാണ് ഇൻസുലേഷൻ എന്ന് പറയുക. അത് എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുന്നു. ഇൻസുലേഷൻ ഡസ് നോട്ട് ഹീറ്റ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം, ഇവിടെ സൺറൈസ് വരുന്നത് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം. അതാണ് ഇൻസുലേഷൻ. സൂര്യനിൽ നിന്ന് വരുന്ന എമൗണ്ട് ഓഫ് സൺറൈസ്, അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഹീറ്റ് ദ അറ്റ്മോസ്ഫിയർ. വൈ? ബിക്കോസ് ദേ ആർ ഷോർട്ട് വേവ്സ്. അത് ഷോർട്ട് വേവ്സ് ആണ്.
അപ്പോൾ ഷോർട്ട് വേവ്സിന് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഇൻസുലേഷൻ ഒരിക്കലും അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ല. ഇൻസുലേഷൻ എങ്ങോട്ട് പോരുന്നു? അത് എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുന്നു. എർത്ത് സർഫസ് ഗെറ്റ്സ് ഹീറ്റഡ് ബൈ ഇൻസുലേഷൻ. എർത്തിൻ്റെ സർഫസ് ഹീറ്റഡ് ആവുന്നു. അപ്പോൾ ഇൻസുലേഷൻ അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ദേ ആർ ഷോർട്ട് വേവ്സ്. പക്ഷേ അത് ഹീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെയാണ് ഹീറ്റ് ചെയ്യുക? എർത്തിൻ്റെ സർഫസിനെയാണ് ഹീറ്റ് ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് ആർ ദ മേജർ പ്രോസസ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? നമ്മുടെ എർത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഏതെല്ലാം പ്രോസസ്സിലൂടെയാണ് നടക്കുക? നിങ്ങൾക്കറിയാം, നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു റോഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ അത് തീയിലേക്ക് കാണിച്ചാൽ, ഫയറിലേക്ക് കാണിച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ചൂടെത്തും, അല്ലേ? അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സ്ഥലത്ത് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചാൽ നമുക്കറിയാം, അത് ഏറ്റവും ആദ്യം ആ പാത്രത്തിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ ബോട്ടം ലെവലിൽ ഹീറ്റാകുന്നു. പിന്നീട് പതുക്കെ പതുക്കെ അതിൻ്റെ അപ്പർ ലെവലിലേക്ക് ഹീറ്റ് വരുന്നു. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത് ഏതൊക്കെ രീതിയിലാണ്? 4 പ്രോസസ്സസ് ഉണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിന്. നിങ്ങൾക്കിത് പ്രീവിയസ് നോളജ് ഉള്ളതാണ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ 4 പ്രോസസ്സാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഈ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ആ പിക്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പിക്ചറിൽ ഇതെല്ലാം കൺവെക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ, അഡ്വെക്ഷൻ. എന്താണ് ഈ കണ്ടക്ഷൻ? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ റെസിസ്റ്റൻസ് ടു അനദർ ഡ്യൂ ടു ഡയറക്റ്റ് കോണ്ടാക്റ്റ്. ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ചൂട് പിടിച്ച ഒരു വസ്തുവിൽ നിന്നും വേറൊരു വസ്തുവിലേക്ക് ഹീറ്റ് എത്തുന്നു. അതാണ് കണ്ടക്ഷൻ. എന്താണ് കൺവെക്ഷൻ? ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബ്രോട്ട് to earned by molecular മോഷൻ. അതായത് മോളിക്യൂൾസ് ചലിക്കുന്നതിലൂടെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്. അത് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ ഏറ്റവും ബോട്ടം ലെവലിലുള്ള മോളിക്യൂൾസ് ആദ്യം ചൂടാകുന്നു. ചൂടായ മോളിക്യൂൾസ് മുകളിലേക്ക് സഞ്ചരിക്കുന്നു. അവിടെയുള്ള തണുത്ത മോളിക്യൂൾസിലൂടെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇതേ രീതിയിലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഈ എയറിലും ഇത് തന്നെ സംഭവിക്കുന്നു. ചൂടായ എയർ മുകളിലേക്ക് ഉയരുന്നു. അത് മറ്റ് എയർ മോളിക്യൂൾസിന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് കൺവെക്ഷൻ. ഇനി റേഡിയേഷൻ എന്താണ്? എനർജി നേരിട്ട് റേഡിയേറ്റ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി അവിടെയും ഹീറ്റ് നൽകുന്നു. അപ്പോൾ 4 പ്രോസസ്സസാണ് ഹീറ്റ് ട്രാൻസ്ഫറിനായിട്ടുള്ളത്. അതിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക: കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് റേഡിയേഷൻ.